ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ നയിക്കുന്ന എൻ്റെ ഓർമ്മയ്ക്കായി എന്ന ദിവ്യകാരുണ്യ വിമോചന ശുശ്രൂഷയുടെ 20-ാം ദിവസമാണിന്ന്. ഇന്ന് അഭ്യസിക്കേണ്ട പുണ്യം നാവിൻ്റെ നിയന്ത്രണം. സംസാരത്തിലൂടെ തെറ്റുകൾ വരുത്താതിരിക്കാനും അഹങ്കാരത്തോടെ സംസാരിക്കാതിരിക്കാനും നുണ പറയാതിരിക്കാനും മറ്റുള്ളവരെ മുറിപ്പെടുത്തുന്ന വാക്കുകൾ സംസാരിക്കാതിരിക്കാനും ഇന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇന്ന് ഉപേക്ഷിക്കേണ്ട തിന്മ, നാവിലൂടെ വരുന്ന തിന്മകൾ ഒഴിവാക്കാൻ ശ്രമിക്കുക. സംസാരത്തിൽ തെറ്റുവരുത്താത്തവൻ പൂർണ്ണനാണ് എന്ന് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. അതിനാൽ മറ്റുള്ളവരെ പുച്ഛിച്ച് സംസാരിക്കുക, നിന്ദിച്ച് സംസാരിക്കുക, മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ സംസാരിക്കുക എന്നിവയെല്ലാം ഇന്ന് ഒഴിവാക്കാൻ പരിശ്രമിക്കുക. ഇന്നത്തെ ടാസ്ക്: ഓരോ തവണ സംസാരിക്കുമ്പോഴും ശ്രദ്ധിച്ച് നാവുകൊണ്ട് തെറ്റുവരുത്താതിരിക്കാൻ ബോധപൂർവം പരിശ്രമിക്കുക. ഇന്നത്തെ പ്രാർത്ഥന 141-ാം സങ്കീർത്തനത്തിലെ 3-ാം തിരുവചനമാണ് ഇന്ന് പ്രാർത്ഥനയായി ചൊല്ലേണ്ടത്. കർത്താവെ, എൻ്റെ നാവിന് കടിഞ്ഞാണിടണമേ, എൻ്റെ അധര കവാടത്തിന് കാവലേർപ്പെടുത്തണമേ. കൂടാതെ ഈ ശുശ്രൂഷയോടൊപ്പം അച്ഛൻ നിർദ്ദേശിച്ചിട്ടുള്ളതുപോലെ എന്നും വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുക. നേരിട്ട് പറ്റാത്തവർ ഓൺലൈനായിട്ടോ ദിവസവും 1 മണിക്കൂറെങ്കിലും പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ ആരാധന നടത്തി പ്രാർത്ഥിക്കുക. 1 നേരമോ 2 നേരമോ സാധിക്കുന്നത് പോലെ ഭക്ഷണം ഉപേക്ഷിച്ച് ഉപവാസമെടുത്ത് പ്രാർത്ഥിക്കുക. നല്ല ഒരു കുമ്പസാരത്തിനായി ഒരുങ്ങുക. പൂർവികർക്കു വേണ്ടിയുള്ള കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന ദിവസവും ചൊല്ലുക. ഈ പ്രാർത്ഥനയുടെ വീഡിയോ ഈ ചാനലിൽ ശാപവിടുതൽ പ്രാർത്ഥന അല്ലെങ്കിൽ കുടുംബവൃക്ഷ വിടുതൽ പ്രാർത്ഥന എന്ന പേരിൽ പ്ലേലിസ്റ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഇവിടെ താഴെ റിലേറ്റഡ് വീഡിയോ ആയി നൽകിയിട്ടുമുണ്ട്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും ലിങ്ക് ലഭ്യമാണ്. അതുപോലെ ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛൻ്റെ എൻ്റെ ഓർമ്മയ്ക്ക എന്ന 20-ാം ദിവസത്തെ ശുശ്രൂഷയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഈ വിലയേറിയ ആത്മീയ സന്ദേശങ്ങൾ നമ്മിലേക്ക് എത്തിക്കുന്ന ബഹുമാനപ്പെട്ട ഡാനിയേൽ അച്ഛനും ടീമിനും വേണ്ടി നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈ 40 ദിവസത്തെ ശുശ്രൂഷയിൽ തീഷ്ണതയോടെ നമുക്ക് പങ്കെടുക്കാം. ദിവ്യകാരുണ്യ ഈശോ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് ഒരു അനുഗ്രഹമായി തീരട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ.